വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എൻ്റെ കാശി, ഇതൊക്കെ എന്തെങ്കിലും പൊത്തിപ്പിടിച്ച് വെക്കുന്നത് ഞാൻ കാണാത്തൊന്നല്ലോ. അവളുടെ ചെവി തുമ്പിൽ കടിച്ചു വിട്ട് കുറുമ്പ് നിറഞ്ഞ ചിരിയോട് അതും പറഞ്ഞ് രക്ഷ അവളുടെ നെഞ്ചിൽ പിണച്ചു വെച്ച കൈകൾ എടുത്ത് മാറ്റി കാശിയെ വരിഞ്ഞു മുറുക്കി ചേർത്ത് പിടിച്ചു. പോടാ, വൃത്തിയോട് പറയാതെ. രക്ഷി പറഞ്ഞത് കേട്ട് നാണം കൊണ്ട് ചുവന്ന മുഖം മറക്കാനെന്നവണ്ണം അവളവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞതും അവളുടെ ഭാവം കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചതും കാശി വേഗം അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഇങ്ങനെ അസുരന്മാരെ പോലെ അട്ടഹസിക്കാതെ അസുര, കുഞ്ഞുണരും. കാശി വാ പൊത്തിയെ കൈയെടുത്തി മാറ്റി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആസുര നിന്റെ തന്തയെ പോയി വിളിക്കടി. കാശിയെ മുറുക്കി പിടിച്ച് അവളുടെ മൂക്കിന് മുമ്പിൽ കടിച്ച് പിന്നെ നോസ്ലിങ്ങിലായി അതരങ്ങൾ ചേർത്തുകൊണ്ട് ദക്ഷി പറഞ്ഞതും കാശി എരിവ് വലിച്ച് അവനെ കണ്ണുരുട്ടി കൂർപ്പിച്ച് നോക്കിയതും ദക്ഷി അവളുടെ കൂർപ്പിച്ച് വെച്ച ചുണ്ടുകളെ ഞൊടിയുടെ കൊണ്ട് കടിച്ചെടുത്ത് വായിലാക്കിയതും കാശി നീങ്ങിക്കൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു. ദക്ഷ ആവേശത്തോടെ അവളുടെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നോക്കി. ഒപ്പം അവൻ്റെ കൈകളിൽ അവൾ ധരിച്ച നൈറ്റിയുടെ ബട്ടൺസ് വേർപ്പെടുത്തി. തൻ്റെ ദേഹം മൊത്തം കുസൃതി കാണിച്ച് ഓടി നടക്കുന്നവൻ്റെ കൈകളുടെ ചൂടിൽ കാശി ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു. ഒപ്പം നഗ്നമായ അവൻ്റെ നെഞ്ചിലും തോളിലും അവളുടെ വിരലുകൾ പോറൽ തീർത്തു. വായിൽ രക്തച്ചു പറഞ്ഞതും ദക്ഷി പതിയെ അവളുടെ അതരങ്ങളെ സ്വതന്ത്രമാക്കിയതും കാശി മിഴികൾ തുറന്നവന് നോക്കി. അവൻ്റെ കുഞ്ഞിക്കണികളിൽ തെളിഞ്ഞു കാണുന്ന പ്രണയത്തിൽ സ്വയം മറന്ന് കാശി ലയിച്ചു നിന്നതും നെറുകയിലറിഞ്ഞ ആദരങ്ങളുടെ ചൂടിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടങ്ങി. നെറ്റിയിലും ഇരു കവളിലും താടിത്തുമ്പിലും മൂക്കിൻ തുമ്പിലും അങ്ങനെ അവളുടെ മുഖമാകെ ദക്ഷി ചുംബനം തീർത്തു. താടിയിൽ നിന്നൊഴുകി അവൻ്റെ ആദരങ്ങൾ കഴുത്തിലെത്തി നിന്നതും കാശി ഒന്ന് കുറുകി കണ്ണുകൾ ഇറുകിയടിച്ച് അവനെ ചേർത്ത് പിടിച്ചു. കഴുത്തിൽ നിന്നും പരതിയിറങ്ങി അവൻ്റെ മുഖം മാറിലമർന്നതും കാശി ഒന്ന് വിറച്ച് കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ്റെ മുഖം കയ്യിലൊതുക്കി തടയാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ എതിർപ്പ് ആഗ്വനിച്ച് വീണ്ടും അവൻ്റെ മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടും പല്ലും കൈകളും നൽകുന്ന അനുഭൂതിയിൽ അവളുടെ എതിർപ്പെല്ലാം അലിഞ്ഞില്ലാതായി പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവളുടെ മാറിൽ നിന്നും മുഖമുയർത്തി ഷോൾഡർ കൊണ്ട് ചുണ്ടുകൾ തുടച്ച് ദക്ഷ അവളെ നോക്കി. മുഖമെല്ലാം ചുവന്നു തൊടുത്ത് നേരത്തെ ചുംബനത്തിൻ്റെ അവശേഷിപ്പ് പോലെ നെറ്റിയിൽ പടർന്നു പിടിച്ച സിന്ദൂര ചുവപ്പും ശബ്ദമടക്കാനെന്നവണ്ണം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ട് അവനിൽ അവളോടുള്ള പ്രണയം വർദ്ധിച്ചു. പതിയെ ദക്ഷ അവളിൽ നിന്നും മറന്നു മാറി പില്ലോ എടുത്ത് കുഞ്ഞിൻ്റെ ഇരുഭാഗത്തും തടവെച്ച് ആ കുഞ്ഞു നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ച് കാശിയുടെ അടുത്തേക്ക് വന്ന് അവളെ കയ്യിൽ കോരിയെടുത്ത് തറയിലേക്ക് കിടത്തി അവളുടെ ഒപ്പം കിടന്നതും കാശി അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. അവൻ്റെ അതരങ്ങളിലേക്ക് തൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ച് നുണഞ്ഞു തുടങ്ങിയതും ദക്ഷ ആവേശത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അവൾ തുടങ്ങി വെച്ച ചുംബനം അവനെ ഏറ്റുപിടിച്ചു. പതിയെ പതിയെ ഒരു നേർത്ത മഴയായി അവൻ അവളിലേക്ക് ആ രാവ് പുലരുവോളം അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. രാവിലെ ഫ്രഷായി ഇറങ്ങുന്ന കാശി കാണുന്നത് ബെഡിൽ കിടന്ന് ഉരുണ്ടുമറിയുന്ന കുഞ്ഞിനെയാണ്. ആളുടെ അടുത്ത് കിടന്ന് ദക്ഷ ഉറങ്ങുന്നുണ്ട്. കുഞ്ഞിനുണരാനുള്ള പുറപ്പാടാണെന്ന് കണ്ടതും കാശി കയ്യിലുള്ള തോർത്തുകൊണ്ട് മുടി കെട്ടിവെച്ചുകൊണ്ട് ബെഡിൽ കുഞ്ഞിനരികിലായി പോയിരുന്നു. മാ കണ്ണ് തിരുമ്പി ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കുഞ്ഞൻ കാശിയെ വിളിച്ചു. എന്താടാ കുഞ്ഞ, ചാച്ചു ഇറങ്ങി കഴിഞ്ഞു എൻ്റെ മുത്തിൻ്റെ. കാശിയും കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ആളെ പറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് കുഞ്ഞു മുഖത്ത് ചുണ്ടുകൾ ചേർത്ത് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളോട് ചേർന്ന് കിടന്നു. കുറച്ചു നേരം അങ്ങനെ കിടന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഉറക്കക്ഷീണൊക്കെ മാറിയിരുന്നു. മാ പാപ്പം കുഞ്ഞൻ കുഞ്ഞു കൈകൾ കൊണ്ട് അവളുടെ മാറിൽ പരതിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, പല്ല് തേകാതെ പാപ്പം കുടിച്ചാലേ ഈ കുഞ്ഞിപ്പല്ലെല്ലാം പുഴുപ്പല്ലായി പോകും. കുഞ്ഞിക്കൈകൾ കയ്യിലെടുത്ത് ആ ഉള്ളം കൈയിലായി ചുണ്ട് ചേർത്ത് കാശി പറഞ്ഞതും കുഞ്ഞൻ ചുണ്ട് പിളർത്തി അവളെ നോക്കി. നീ ആൾ കൊള്ളാരുടെ കള്ള. കുഞ്ഞൻ്റെ ഇപ്പൊ കരയുന്ന ഭാവം കണ്ട് കാശി കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ചതും കുഞ്ഞിനെ അവളെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി പാല് കൊടുക്കാൻ തുടങ്ങിയതും കാശി കുഞ്ഞിൻ്റെ ഭാവം കണ്ട് ചിരിയോടെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. പാല് കുടിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞൻ്റെ കാല് ദക്ഷിണ നെഞ്ചിലാണ്. അവൻ ഉണർത്താനെന്നവണ്ണം നെഞ്ചിൽ കാലിട്ടടിക്കുന്നുണ്ട്. കുഞ്ഞൻ്റെ കുറുമ്പ് കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് എണീറ്റ് ദക്ഷി ഇടം കണ്ടിട്ട് നോക്കുന്ന കുഞ്ഞിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ആള് വേഗം കാശിയുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. അത് കടന്ന് ദക്ഷി ചിരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ഇളംകാലിൽ ചുംബിച്ചതും കുഞ്ഞാപ്പി ഇക്കിളിയെടുക്കുന്നത് കൊണ്ട് കാല് പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയാതെ വന്നതും പാല് കുടിക്കുന്നത് നിർത്തി ദക്ഷിണ നോക്കി. കുഞ്ഞിൻ്റെയാണ് തരൂല, അതാ പറഞ്ഞത്. ദക്ഷി കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെക്കാൻ വന്നതും പാല് കുടിക്കാൻ വരികയാണെന്ന് കരുതി കുഞ്ഞിക്കൈകൾ കൊണ്ട് ദക്ഷിൻ്റെ മുഖം തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞു. നിൻ്റേത് മാത്രമൊന്നുമല്ല, എൻ്റേതും കൂടിയാണ്. കുഞ്ഞിൻ്റെ കവളിൽ നോവാത്ത വിധം കടിച്ചുകൊണ്ട് പറഞ്ഞു. നോ നോ ഇല്ല. ഓ, നീ തരണ്ട, ഞാൻ എടുത്തോണ്ട്. പാല് വെള്ളത്തിനൊക്കെ ഇത്രയും ഡിമാൻഡോ? ബെഡിൽ നിന്നും എണീറ്റ് കൊടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ദക്ഷി പറഞ്ഞതും അതുവരെ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാശി അവൻ പറഞ്ഞത് കേട്ട് ബെഡിലുള്ള ഡെഡി എടുത്ത് ദക്ഷിന് നേരെ എറിഞ്ഞതും അവനത് ക്യാച്ച് പിടിച്ച് ബെഡിലേക്ക് നിന്നിട്ട്
അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ച് ഡ്രസ്സ് മാറ്റി ജോഗിങ്ങിന് പോയി. ജോഗിങ് കഴിഞ്ഞ് വന്ന് ഫ്രഷായി യൂണിഫോം ഇട്ട് ഹാളിലേക്ക് വന്ന് ദക്ഷ കാണുന്നത് ഹാളിൽ ബേബി ബെഡ് കൊണ്ടുവന്നിട്ട് അതിൽ പൂപ്പിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അമ്പൂട്ടിനെയാണ്. പൂപ്പിയെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞൻ്റെ ഭാഷയിൽ എന്തോ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട്. എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് പൂപ്പിക്ക് കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞ, അതിനെ ഞെക്കി പൊട്ടിക്കാതെ ഇത്തിരി നേരെങ്കിലും അന്ന് വെറുതെ വിടറ കുഞ്ഞാപ്പിയെ. ദക്ഷി ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നെ പറഞ്ഞാൽ മതി, നീ അല്ലെങ്കിൽ എന്തിനാ ഇത്തിരി പോകുന്ന കുഞ്ഞിന് ഇതിനെ ഭാഗിച്ചു കൊടുക്കാൻ പോയത്? പാവം പൂപ്പി, ഇനി ഉറങ്ങോളം ആ കുറുമ്പനന്ന് നിലത്ത് വെക്കില്ല. ദക്ഷിണുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അങ്ങോട്ട് വന്ന കാശി അവൻ പറഞ്ഞത് കേട്ട് പറഞ്ഞു. അത് പിന്നെ ഇവനക്ക് കൂട്ടായിട്ട് വാങ്ങിക്കൊടുത്തതാ. ഇത്രയും വയസ്സും പ്രായമായല്ലോ, ഇതിന് ബുദ്ധിയില്ല. ദക്ഷി പറഞ്ഞത് കേട്ട് കാശി പതിയെ പെറുപെറുത്ത് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുത്തു. കുഞ്ഞാ, അച്ഛൻ പോയിട്ട് വരാമേ. കുഞ്ഞന്റെ കവളിൽ ചുംബിച്ച് പൂപ്പിയുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ദക്ഷി പറഞ്ഞതും കുഞ്ഞൻ വേഗം എണീറ്റ് നിന്ന് അവൻ നേരെ എടുക്കാൻ വേണ്ടി കൈ നീട്ടിയതും ദക്ഷി വേഗം കുഞ്ഞാപ്പിയെ പൊക്കിയെടുത്തതും കുഞ്ഞാപ്പി ദക്ഷിന്റെ മുഖത്തെല്ലാം ഉമ്മ കൊണ്ട് നിറച്ചതും ദക്ഷ ആളുടെ ഉണ്ണിവരിൽ മൂക്കിട്ട് ഉരസിയത് കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് കൈയിട്ട് കിടന്നതും ദക്ഷി കുഞ്ഞിനെയും കൊണ്ട് സീറ്റോളിലേക്ക് നടന്നു. കാശിയും അവിടെ പിറകെ പോയി. ഞാൻ പോയിട്ട് വരാം. കുഞ്ഞനെ കാശിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ദക്ഷി പറഞ്ഞതും അവൾ ശരിയെന്ന് തലയാട്ടി. ദക്ഷി ഇരുവരെയും ചുംബിച്ച് കൈ വീശി കാണിച്ച് ഗേറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വാഹനത്തിന്റെ അരികിലേക്ക് നടന്നു. മതിയട കുഞ്ഞ, അച്ഛ പോയി. ദക്ഷി വണ്ടിയിൽ കയറി പോയിട്ടും കൈ വീശി ടാറ്റ കൊടുക്കുന്ന കുഞ്ഞിന്റെ കവളിൽ ചുംബിച്ച് അതും പറഞ്ഞ് കാശി കുഞ്ഞിനെയും എടുത്ത് ഉള്ളിലേക്ക് പോയി. സാറേ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നേരമാണ് ഒരു പോലീസുകാരൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്. ആരടോ? അറിയില്ല, ഒരു സ്ത്രീയാണ്. സാറിനെ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. വരാൻ പറയുന്ന. ഓക്കെ സർ. ആ പോലീസുകാരൻ അവരെ വിളിക്കാൻ പോയതും ദക്ഷി ചെയറിലേക്ക് ഇരുന്ന് ഫോൺ എടുത്ത് ഓണാക്കി. ആഡിയോ കാലിന്റെ ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കിയ ദക്ഷി തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് സംശയത്തോടെ അവരെ നോക്കി. ദക്ഷിനെ കണ്ടത് മുന്നിൽ നിൽക്കുന്ന ദേവകി അവനെ പരിചയഭാവത്തിൽ ചിരിച്ചു. ഇരിക്കൂ. തിരിച്ച് ചിരിച്ചെന്ന് വരുത്തി അവൻ ഗൗരവത്തിൽ തൻ്റെ ഓപ്പോസിറ്റുള്ള ചെയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം? മുഖവരേതും കൂടാതെ തന്നെ അവൻ അവരോട് ചോദിച്ചു. ഒരു പരാതി തരാൻ വന്നതാ. കുറച്ചായി എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് പുറത്തെവിടെയെങ്കിലും പോയതാണെങ്കിലോ? ഏയ് അല്ല, ഒരാഴ്ചയിൽ കൂടുതൽ മനോഹർ എന്നെ വിട്ട് എങ്ങോട്ടും പോകാറില്ല. അതുമല്ല, കുറച്ചായി വിളിച്ചിട്ട്. ആളുടെ വിവരമില്ലാതായിട്ട് എത്ര ദിവസമായി? 4 ദിവസത്തിൽ കൂടുതലായി. അവസാനം വിളിച്ചത് ബാംഗ്ലൂർ വെച്ച് ഒരു ബിസിനസ് ഡീൽ അവസാനിപ്പിച്ച് വരുമ്പോഴാണ്. അത് നാട്ടിലെത്തിയതിന് ശേഷമാണ്. 2-3 ദിവസം വെയിറ്റ് ചെയ്തു, വന്നില്ല. അതുകൊണ്ട് പരാതി തരാൻ വന്നതാണ്. നിസ്സാരഭാവത്തിൽ പറയുന്ന അവരെ നോക്കി. സ്വന്തം ഭർത്താവിനെ കാണാത്തതിലുള്ള വിഷമൊന്നും ആ മുഖത്തില്ല. പകരം എന്തോ ഒരു ഭയമാണ്. വില കൂടിയ ഒരു പട്ടുസാരിയും ആവശ്യത്തിൽ കൂടുതൽ ആവരണവും മേക്കപ്പും ഒക്കെ ഇപ്പോഴും യൗവനക്കാരിയുടെ പോലെയാണ് നടത്തുന്നത്. രൂപം കൊണ്ടും മുഖസാദൃശ്യം കൊണ്ടും കാശിയും ഈ സ്ത്രീയും തമ്മിൽ യാതൊരുവിധ സാമ്യമില്ല എന്നവന് തോന്നുന്നു. ഇപ്പം എങ്ങനെ ഒരു പരാതി തരാനെന്താ തോന്നിയത്? ഇനിയും വൈകിയ മനോഹരൻ നഷ്ടപ്പെട്ടാണെന്ന് കരുതിയ ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെ തോന്നുന്നത്. ആര്? എന്തിന്? അതൊന്നും അറിയില്ല. ഇപ്പം തന്നെ ബിസിനസ്സിൽ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്. അവരായിരിക്കാം. ഏതായാലും നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കുക, ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ. അവർ പോയതും ദക്ഷി കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാഞ്ഞു കിടന്നു. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും ദേവിക്ക് പരാതി എഴുതി കൊടുത്ത് പോയിരുന്നു. ദക്ഷി കോൺസ്റ്റബിളിനോട് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ദക്ഷി വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തതാണ്. അവൻ ഫോണെടുത്ത് കാശിയെ വിളിക്കാൻ നിന്നതും അപ്പോഴേക്കും ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ദക്ഷി വന്നതറിഞ്ഞ് കാശി അങ്ങോട്ട് വന്നിരുന്നു. ഏടിയിൽ കുഞ്ഞിനിരിപ്പുണ്ട്. മറുകയിൽ പൂപ്പിയെയും എടുത്തിട്ടുണ്ട്. കുഞ്ഞൻ കാശിയുടെ കയ്യിൽ കിടന്ന് എന്തൊക്കെയോ എണ്ണിപ്പെറുക്കി പറഞ്ഞ് ചെണുങ്ങിക്കൊണ്ട് അവൾ അടിക്കാനും മുടി വലിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ അവരെ ഒന്ന് നോക്കി സീറ്റോട്ടിലെ ചെയറിലിരുന്നു. കാശി അങ്ങോട്ട് വന്ന കുഞ്ഞനെ സീറ്റോട്ടിൽ നിർത്തിയതും ആള് ഫ്ലോറിൽ കമർന്ന് കിടന്ന് കരയാൻ തുടങ്ങിയതും ദക്ഷ എന്താന്നർത്ഥത്തിൽ അവളെ നോക്കി. നീ വന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നതിനാ. അവിടെ നിർത്തി പോന്ന ആ കൊച്ചിനെ വികൃതി കാണിക്കും. അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അത് പറ്റിയിട്ടില്ല, അതാ. പിന്നെ കടിക്കുന്നതിനിടയിൽ കൊച്ചിൻ്റെ കയ്യിൽ കടിച്ചപ്പോൾ വഴക്ക് പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രതിഷേധമാണ്. ദക്ഷിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്നോണം കാശി അവനോട് പറഞ്ഞതും ദക്ഷ ചിരിയോടെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിയതും അവനെടുത്തത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ ദക്ഷിനെ ചവിട്ടാനും ഇടിക്കാനും മാന്താനും ശബ്ദമുണ്ടാക്കാനൊക്കെ തുടങ്ങിയതും ദക്ഷ കുഞ്ഞിനെ മുറുകെ പിടിച്ചു വെച്ചു. ആളുടെ ഉണ്ണിവേരിൽ മൂക്കിട്ട് ഉരസിയതും അതുവരെ കാറി പൊളിച്ചിരുന്ന കുഞ്ഞിനുറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇരുവരെയും ഒന്ന് നോക്കി കാശി ദക്ഷിണുള്ള ചായ എടുക്കാൻ ഉള്ളിലേക്ക് നടന്നു.
ദക്ഷിണുള്ള ചായ എടുത്ത് വരുമ്പോൾ അവൻ ഫ്രഷാകാൻ കയറിയിരുന്നു. കുഞ്ഞൻ ഹാളിലെ കുഞ്ഞു ടോയ് കാറും വെച്ച് നല്ല കളിയിലാണ്. ദക്ഷിന് കളിക്കാനുള്ളത് ടേബിളിൽ വെച്ചു. കാശി കുഞ്ഞിനുള്ള ഓട്സ് എടുത്ത് കുഞ്ഞൻ്റെ അടുത്തേക്ക് ഇരുന്നതും കുഞ്ഞാപ്പി കാശിയെ നോക്കാതെ പിണക്കത്തിൽ മുഖം വീർപ്പിച്ചും പിണക്കത്തോടെ തിരിഞ്ഞിരുന്നതും കുഞ്ഞൻ്റെ ഭാവം കണ്ട് താടിക്ക് കൈ കൊടുത്തിരുന്നു. അമ്മയുടെ അമ്പുട്ടൻ കളിക്കാണോ ചക്കരെ? കുഞ്ഞൻ്റെ ഭാവം കണ്ട് പൊട്ടി വന്ന ചിരിയടക്കി ആളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് ചോദിച്ചതും കുഞ്ഞൻ കൈ തട്ടി മാറ്റി നീങ്ങിയിരുന്നതും കിളികളൊക്കെ പോയ അവസ്ഥയിലായിരുന്നു. ആൾക്ക് കുറുമ്പും വാശിയും കുശുമ്പും ഉണ്ടെങ്കിലും പിണക്കഭാവം ഇതുവരെ കണ്ടിട്ടില്ല. അമ്മയുടെ ഭാവം അമ്മയോട് പിണക്കാണോ? എവിടെ ഒരു പ്രതികരണമില്ല. അമ്മയുടെ ചക്കരയില്ലേ? ഇല്ല. തിരിഞ്ഞു പോലും നോക്കാതെ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് തന്നെ തനിക്കുള്ള മറുപടിയും തന്നിരുന്നു. അല്ലേ? ഇല്ല. അല്ലേ എന്നാ ഞാൻ വേറെ വാവയെ വാങ്ങിക്കൊണ്ട് വരാം. എൻ്റെ അമ്പൂട്ടിന് ഇപ്പം എൻ്റെ വാവയല്ലല്ലോ. താൻ കരയും പോലെ കാണിച്ച് മുഖം പൊത്തിയിരുന്ന് വിരലിനിടയിലൂടെ ഒളിക്കണ്ടിട്ട് കുഞ്ഞനെ നോക്കിയതും കുഞ്ഞാപ്പി കയ്യിലുള്ള ടോയ്ക്കാർ നിരത്തേക്കിട്ട് തൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് മുഖത്തുള്ള തൻ്റെ കൈയെടുത്ത് മാറ്റിയതും കണ്ണിനീർ കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആള് തന്നെ ഇത്തിരി നേരം കൂടി നോക്കിയിരുന്നിട്ട് വീണ്ടും കളിക്കാൻ ശ്രദ്ധ കൊടുത്തു. അപ്പോഴേക്കും കഴുത്തിൽ കെട്ടിക്കൊടുത്ത കിലുക്കവും കിലുക്കി പൂപ്പി തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തൻ്റെ മടിയിൽ കയറി കിടന്നിരുന്നു. പൂപ്പിക്ക് ആരുടെയെങ്കിലും ചൂട് പറ്റി കിടക്കുന്നത് വലിയ കാര്യമാണ്. താനോ ദക്ഷോ കുഞ്ഞോ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട അപ്പോൾ ഓടി വന്ന് ഇതുപോലെ മടിയിൽ കിടക്കും. പകല് കുഞ്ഞിനുറുക്കി ബെഡിലേക്ക് എടുത്ത് താൻ പോയാൽ കുഞ്ഞൻ്റെ കൂടെ കയറി കിടക്കും. ശരിക്കും കുഞ്ഞൻ്റെ കൂടെയാണ് ആളോ അധികവും. കുഞ്ഞൻ തന്നെ കൊണ്ട് കഴിയുന്ന വിധമൊക്കെ പൂപ്പിയെ എടുത്ത് ഉരുട്ടിയും ഒക്കെ നടക്കും. അത് പൂപ്പിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മയുടെ പൂപ്പിയെ അമ്മയുടെ കുഞ്ഞു മണിയാണ് കേട്ടോ. കുഞ്ഞനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി പൂപ്പിയെ തലകി തലോടി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലമ്മ, കുഞ്ഞു ഞാന, പൂപ്പിയല്ല. താൻ പൂപ്പിയോട് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ തൻ്റെ അടുത്തേക്ക് വന്ന് മുഖം വീർപ്പിച്ച് സ്വന്തം നെഞ്ചിൽ തൊട്ട് കാണിച്ചുകൊണ്ട് കുഞ്ഞന് പറഞ്ഞു. അല്ലല്ലോ, നീയല്ലേ പറഞ്ഞ ഞാൻ നിന്റെ അമ്മയല്ലെന്ന്. ഇത് കണ്ടോ, പൂപ്പി എൻ്റെ കുഞ്ഞ്. കുഞ്ഞിനെ എരിവ് കയറ്റാനെന്നോണം വീണ്ടും പൂപ്പിയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കരയുന്ന ഭാവത്തിൽ കുഞ്ഞൻ പറഞ്ഞു വേഗം ആളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കവളിൽ ചുംബിച്ചു. അതേല്ലോ, അമ്മയുടെ അമ്പൂട്ടനാണ്. എൻ്റെ കുഞ്ഞ് വികൃതി കാണിച്ചിട്ടല്ലേ അമ്മൻ്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത്. ഇനി അതുപോലെ ആരെയും കടിക്കുകയും വികൃതി കാണിക്കുകയും ചെയ്യരുത് കേട്ടോ. അമ്മയുടെ ബാബ ഗുഡ് ബോയ് അല്ലേ. ഗുഡ് ബോയ്സ് അങ്ങനെയൊന്നും ചെയ്യില്ല. കുഞ്ഞൻ്റെ മുടിയിൽ റബ്ബർ ബാൻഡ് അടിച്ചു മാറ്റി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയെല്ലാം മാടി ഒതുക്കി ശരിക്കും ബണ്ണിട്ട് കൊടുത്ത് ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞൻ താൻ പറഞ്ഞ് മനസ്സിലായിട്ടോ എന്തോ അനുസരണയോടെ തലയൊക്കെ കുലുക്കുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ് കുഞ്ഞന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ദക്ഷി ഫ്രഷായി ഇറങ്ങി വന്നത്. കാശി, തനിക്ക് ടേബിളിൽ എടുത്ത് വെച്ചത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ദക്ഷി തറയിലിരുന്ന് കളിക്കുന്ന കുഞ്ഞൻ്റെ അടുത്തായിരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാശിയെ വിളിച്ചു. ദക്ഷിൻ്റെ വിളി കേട്ട് അവളെ എന്താന്ന രീതിയിൽ അവനെ മുഖം വീട്ടി നോക്കി. ഇന്ന് നിന്റെ അമ്മ ദേവിക എന്നെ കാണാൻ വന്നിരുന്നു. ദക്ഷി പറഞ്ഞു കേട്ട് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അപ്പോഴാണ് ദക്ഷിന് താൻ പറഞ്ഞതിലുള്ള അബദ്ധം മനസ്സിലായത്. സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. അവൻ എന്തിനാ വന്നത്? ദക്ഷി പറഞ്ഞത് കേട്ട് കാശി വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു. കുറച്ച് ദിവസമായിട്ട് അവരുടെ ഭർത്താവിനെ കാണാനില്ല. മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. കാശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദക്ഷി പറഞ്ഞതും കുഞ്ഞിനുള്ള ഫുഡ് കൊടുക്കുന്നതിനിടയിലും ദക്ഷി പറഞ്ഞത് കേട്ട് കാശിയുടെ ചുണ്ടിലൊരു പൂച്ചം നിറഞ്ഞ ചിരി പിരിഞ്ഞു.